നക്ഷത്ര നല്ല കുട്ടിയാ, അഖിലിന് നന്നായിട്ട് ചേരുകയും ചെയ്യും. പക്ഷെ അതിനെക്കാളും നമ്മൾ ആഗ്രഹിക്കുന്നത് അഖിക്കൊന്നും സംഭവിക്കരുതെന്നല്ലേ? അഖിക്കൊരു അപകടം സംഭവിച്ചിട്ടില്ലല്ലോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷപ്പെട്ടില്ലേ? അത് അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി. പക്ഷേ നമ്മുടെ മുമ്പിൽ ഓരോ ദുസൂചനകൾ കാണുമ്പോ പൊതുവെ വിശ്വാസക്കുറവുള്ള എനിക്ക് പോലും ഇതിലെന്തോ കാര്യമുണ്ടെന്ന് തോന്നുന്നു. ജാതക പൊരുത്തത്തിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നക്ഷത്ര അഖിലിന്റെ ഭാര്യയായിട്ട് വന്ന അഖിലിന് എന്തെങ്കിലും സംഭവിച്ച അങ്ങനെ സംഭവിക്കുമെന്നല്ല, അങ്ങനെ പറ്റിയ നമ്മൾ അതോർത്ത് ജീവിതകാലം മുഴുവൻ സങ്കടപ്പെടണ്ടേ? എന്താ ഉദ്ദേശിക്കുന്നെന്ന് പറ. അമ്മേ, നമുക്കൊന്ന് മാറി ചിന്തിച്ചാലോ? നക്ഷത്രയ്ക്ക് പകരം മറ്റൊരു പെൺകുട്ടിയെ നമുക്ക് ആലോചിച്ചാലോ? ഐശ്വര്യമോള് പറഞ്ഞതിലും കാര്യമുണ്ട്. നക്ഷത്രയെ അഖിയെ ഒന്നിക്കുന്നതിൽ എന്തോ പ്രശ്നമുണ്ട്. നമ്മൾ സദാസമയം അമ്പലത്തിൽ നേർച്ച കാഴ്ചകൾ വച്ച് ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാ ഓരോ സൂചനകൾ കാട്ടുന്നത്. അത് അവഗണിക്കുന്നത് കുഴപ്പമാവേ. എനിക്കിപ്പോ നക്ഷത്രയല്ലാതെ അഖിയുടെ ഭാര്യയായിട്ട് മറ്റൊരാളെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ദുർനിമിത്തങ്ങൾ കണ്ടിട്ടും ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുവാണോ വസുന്ധര? ആഭരണ പൂജയുടെ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ അഖിമോൻ ടെറസിൽ നിന്ന് വീഴാൻ പോയി. പിന്നെ അമ്പലക്കുളത്തിൽ വീണു. ഇപ്പോഴോ പൂജിക്കാൻ കൊണ്ടുപോയ കല്യാണക്കുറിക്ക് തീ പിടിച്ചു. ഇതൊന്നും കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റുമോ? ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് കരുതി നമുക്ക് തള്ളിക്കളയാം. പക്ഷേ അഖിയുടെ കാര്യത്തില് ഒരു ഭാഗ്യപരീക്ഷണം വേണോ? അമ്മ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ, അതിന്റെ കൂടെ ഞാനും ഉണ്ട്. തിരുമേനി പറഞ്ഞ പോലെ ഇന്നത്തെ ചടങ്ങുകൾ കഴിയട്ടെ. അതിനും എന്തെങ്കിലും തടസ്സമുണ്ടായാ ഇക്കാര്യം നമുക്കൊന്നുകൂടെ ആലോചിക്കാം. എന്റെ കൃഷ്ണ, നക്ഷത്രയുടെ യഥാർത്ഥ സ്വഭാവം അറിയാതെയാണല്ലോ അഖിൽ സാർ അവളുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. ഇന്ന് എങ്ങനെയെങ്കിലും അഖിൽ സാറിനോട് അക്കാര്യം പറയണം. മോളെ, ഇവിടെ ദീപം ഒഴുക്കാൻ വന്നവരെല്ലാം അവര് വിവാഹം കഴിക്കാൻ പോകുന്നവരോടൊപ്പമാ. എന്റെ കൂടെ കൃഷ്ണനുണ്ടമ്മേ. എല്ലാ കുറവുകളും എന്റെ കണ്ണൻ പരിഹരിച്ചോളൂ. ശ്യാമേ, എന്തമ്മേ? ആ നിൽക്കുന്നത് അഖിലല്ലേ? അതെ. ആ കൂടെ നിൽക്കുന്നവര്? കൂടെ നിൽക്കുന്നതിൽ ഒരാൾ അമ്മ, ഓ, മറ്റുള്ള രണ്ടുപേരെ ഏട്ടത്തിമാരാ. ആ പെൺകുട്ടിയോ? അതാ ഞാൻ പറഞ്ഞ നക്ഷത്ര, അഖിൽ സാറിനെ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ്. മോളെ, ഇവളല്ലേ കുഴപ്പക്കാരിയാണെന്ന് നീ പറഞ്ഞത്? അതൊന്ന് പറയണ്ടേ മോളെ? ഈ ചടങ്ങൊന്ന് കഴിയട്ടെ. അഖിൽ സാറിനെ
രഹസ്യമായിട്ട് കണ്ട് സംസാരിക്കാം. എല്ലാ പ്രതിബന്ധങ്ങളും പൂജ കഴിയുന്നതോടെ ശരിയാവുന്ന തിരുമേനി പറഞ്ഞേ. ചേച്ചി, ആ ഫോണിൽ തന്നെ ദാ, നമുക്കൊരു സെൽഫി എടുക്കാം. ഇവിടെ നോക്കി. എന്താ കല്യാണത്തെ കുറിച്ചുള്ള ചർച്ചയാണോ അതോ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതിന്റെ വിശേഷങ്ങളോ? വിശേഷം കൊറേ ഉണ്ട്. എന്താ അമ്മേ? പറയാം. നക്ഷത്രക്കെതിരെ സംസാരിക്കാൻ അവൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? നക്ഷത്ര വേറൊരാളുമായിട്ട് ചുറ്റിക്കറങ്ങുന്നതും കാണാൻ പാടില്ലാത്ത സാഹചര്യങ്ങളിൽ കണ്ടുന്നാ ആ ശ്യാമ പറയുന്നത്. അത് അവള് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതെല്ലാം ചുമ്മാ പറയുന്നതാ. അമൃതയെടുത്തി പറഞ്ഞതുപോലെ ശ്യാമയ്ക്ക് ഈ കല്യാണം മുടക്കിയതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അവളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണല്ലോ. പിന്നെ അവൾ അങ്ങനെ പറയണമെങ്കിൽ അത് സത്യമായിരിക്കണം. അല്ലെങ്കിൽ ആരോ അവളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ശ്യാമ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോന്ന് ആദ്യം അന്വേഷിക്കണം. ശ്യാമയെ കാണുന്നത് പോലും വെറുപ്പുള്ള താൻ അവള് പറയുന്നത് സത്യമാണോ എന്ന് അന്വേഷിക്കണം. ഇത് ഞാൻ അഖിലിന് കൊടുക്കുന്ന സമ്മാനമാണ്. അവന്റെ ശരീരത്തെ തളർത്തുന്ന വിഷം. ഇതുള്ളിച്ചെന്നാൽ പിന്നെ അവൻ ബെഡിൽ നിന്ന് എഴുന്നേക്കില്ല. എല്ലാം അറിഞ്ഞ്, എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ഡെഡ് ബോഡി പോലൊരു ശരീരം. പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നത് നമ്മളായിരിക്കും. അഖിൽ, എന്താ നക്ഷത്ര അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ? ധൃതി പിടിക്കാതെ പറയാം. കിതപ്പ് മാറി ഒന്ന് തണുക്കണ്ടേ? ഈ ജ്യൂസ് കുടിക്കാം. ശരീരം തളരുന്ന പോലെ തോന്നുന്നുണ്ടോ? തോന്നലല്ല, തളരും. നിന്റെ ഓർമ്മ പതിയെ പതിയെ നശിക്കും. ശബ്ദിക്കാൻ കഴിയാതെയാവും. കൈയും കാലും ഒന്നും ചലിക്കില്ല. ഒരു മാംസ കഷ്ണം പോലെ കിടക്കും. നക്ഷത്ര നീ ഇഞ്ചിഞ്ചായി മരിക്കും. ചേച്ചി സ്വപ്നത്തിൽ കരഞ്ഞതാണോ? നിനക്ക് തോന്നിയതാ? എനിക്ക് തോന്നിയതിന് ചേച്ചി എന്തിനാ എണീറ്റിരിക്കുന്നത്? ഓർക്കം വരുന്നില്ല.
ചേച്ചിക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? പിന്നില്ലേ, ഏറ്റവും വലിയ സങ്കടം കല്യാണം കഴിഞ്ഞ നിന്റെ അടുത്തുനിന്ന് പോണല്ലോ എന്നാ. പിന്നെ നിന്നെ എപ്പോഴും ഇങ്ങനെ കാണാൻ പറ്റുമോ? ചേച്ചി പോയ പിന്നെ എനിക്കാരാ? ഓർക്കാൻ പോലും പറ്റുന്നില്ല. നിന്റെ ഓർമ്മ പയ്യെ പയ്യെ നശിക്കും, ശബ്ദിക്കാൻ കഴിയാതെയാകും. കയ്യും കാലും ഒന്നും ചലിക്കില്ല, ഒരു മാംസകഷ്ണം പോലെ കിടക്കും. നീ ഇഞ്ചിഞ്ചായി മരിക്കും. ഹലോ വസുന്ധര. ആ അരുന്ധതി, ഓർമ്മിപ്പിക്കാൻ വിളിച്ചതേ ഉള്ളൂ. നാളെയാണ് അഖിലിന്റെ വിവാഹ നിശ്ചയം. അത് ഞാൻ മറക്കുവോ? വിസ്മയ ഇപ്പോഴേ പ്രാക്ടീസ് തുടങ്ങി. ഇവിടെയുള്ളവരും നക്ഷത്രയുടെ വീട്ടുകാരും മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാ. അതിലേക്ക് അരുന്ധതിയെയും മോളെയും വിളിച്ചിരിക്കുന്നത് പ്രോഗ്രാമിന് വേണ്ടി മാത്രല്ല കേട്ടോ, ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലക്കൂടിയാ. അതെനിക്കറിയാലോ. അപ്പോ നേരത്തെ തന്നെ ഇങ്ങ് എത്തിയേക്കണം. ഇത്തവണ വിസ്മയുടെ മുഴുവൻ പാട്ടുകളും കേൾക്കണമെന്ന് ആകി പറഞ്ഞേക്കുന്നേ. നമുക്ക് മൊത്തം കേൾപ്പിച്ചു കൊടുക്കാം. അപ്പൊ ശരി, നാളെ കാണാം. ശരി. നാളെ എങ്ങനെ പ്രോഗ്രാം നടത്തും? ഞാൻ ഇവളെ പറഞ്ഞു വിട്ടതാ. പക്ഷേ ഇവളുടെ അച്ഛൻ വന്നെന്റെ കാല് പിടിച്ചു പറഞ്ഞു, ശ്യാമെ ഞാൻ പറഞ്ഞു വിട്ട മറ്റൊരിടത്തും അവൾക്ക് ജോലി കിട്ടില്ല. അടുത്ത മാസം അവളുടെ കല്യാണോ. ഇവൾ കൊടുക്കാൻ ഒരു നല്ല സാരി വാങ്ങാൻ പോലുള്ള കാശ് അവരുടെ കയ്യിലില്ല. അതും ഞാൻ കൊടുക്കണം. അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് കൂടി അവളെ ഞാൻ സഹകരിപ്പിക്കാൻ വസുന്ധര സമ്മതിക്കണം. വലിയ സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാ ശ്യാമ. അവരുടെ ജീവിതമാർഗം നമ്മളായിട്ട് ഇല്ലാതാക്കണോ? ആ കുട്ടിയെക്കുറിച്ച് തന്റെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അതങ്ങ് കളഞ്ഞേക്ക്. അവളെ കൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. ശ്യാമ കാരണം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ആ നിമിഷം അവളോടൊപ്പം നിങ്ങളും പുറത്തു പോകേണ്ടി വരും. അങ്ങനൊന്നും സംഭവിക്കും. ഇതാണ് നിങ്ങളുടെ എൻഗേജ്മെന്റ് റിങ്സ്. ഇത് നിന്റെ വധുവാൻ പോകുന്ന പെൺകുട്ടിയുടെ വിരലിൽ അണിയിക്കാനുള്ളത്. ഇതാണ് ഭാവി വധു ഇവന്റെ വിരലിൽ അണിയിക്കാനുള്ള മോതിരം. മോളെ, ഇത് സമയാവുമ്പോ നീ അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. മോള് കൈനീട്ടിക്കേ. രണ്ട് കൈകളും നീട്ട്. ഇന്നത്തെ ചടങ്ങിലേക്ക് ധരിക്കാനുള്ള സാരി ഇതണിഞ്ഞു വേണം മോള് വരാൻ. അമൃതേ, നക്ഷത്രക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള റൂം കാണിച്ചു കൊടുക്ക. വാ. ശരി. ശ്യാമയ്ക്ക് എന്നോടുള്ള തെറ്റിദ്ധാരണ മാറാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ഏതൊക്കെയോ മോശമായ സാഹചര്യത്തിൽ ശ്യാമ എന്നെ കണ്ടിട്ടുണ്ടല്ലേ. ഞാൻ സത്യം ചെയ്ത് പറയാം, അത് ഞാനല്ല. അഖിൽ അല്ലാതെ മറ്റാരും എന്റെ ലൈഫിലില്ല.
ശ്യാമ അഖിലിന്റെ അടുത്ത ഫ്രണ്ടാണെന്ന് എനിക്കറിയാം. ആവർത്തിച്ച് ശ്യാമ എന്നെ കുറിച്ച് പറഞ്ഞ ചിലപ്പോ അഖിൽ അത് വിശ്വസിക്കും. ദയവ് ചെയ്ത് അഖിലിനെ എന്നിൽ നിന്ന് അകറ്റരുത്. എന്നോട് ശ്യാമയ്ക്ക് എന്തെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കാം. എനിക്ക് നക്ഷത്രയോട് യാതൊരു ശത്രുതയില്ല. പിന്നെ അഖിൽ സാർ ഒരു പാവാ. മറ്റുള്ളവരോട് സ്നേഹവും കരുണയൊക്കെ ഉള്ള ഒരാള്. അങ്ങനെ ഒരാളെ ഭർത്താവായി കിട്ടാൻ ഭാഗ്യം ചെയ്യണം. അഖിൽ സാറിനെ ചതിക്കരുത്. ഒരു കാരണവശാലും നീ അഖിലുമായിട്ട് സംസാരിച്ചേക്കരുത്. ശ്യാമേ, ക്ഷേത്രത്തിൽ വെച്ച് അമ്മയും നക്ഷത്ര ഏട്ടത്തിമാരും ശ്യാമയെ കുറ്റപ്പെടുത്തിയപ്പോ എനിക്ക് കാര്യമായിട്ട് ഇടപെടാൻ പറ്റിയില്ല. അഖിൽ സാറിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ കണ്ട കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി. നക്ഷത്രയുടെ കാര്യത്തില് ശ്യാമയ്ക്ക് തെറ്റുപറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ശ്യാമ വിചാരിക്കുന്ന പോലൊരു ആളല്ല നക്ഷത്ര. അതെനിക്കറിയില്ല. അഖിൽ സാറിനെ പോലെ നിഷ്കളങ്കനായ ഒരാൾക്ക് ഒരിക്കലും ഒരു ചതി പറ്റിക്കൂടാന്നാ എന്റെ ആഗ്രഹം. നക്ഷത്രയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞിട്ടാ വിവാഹത്തിന് തയ്യാറായതെങ്കിൽ എന്റെ സംശയത്തിന് ഒരു പ്രസക്തിയില്ലല്ലോ. നക്ഷത്ര എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന, ഏത് പ്രതിസന്ധിയിലും എന്റെ ശക്തിയായിട്ട് നിലകൊള്ളാൻ പ്രാപ്തിയുള്ള പെൺകുട്ടിയാവള്. അവൾ എന്റെ ഭാര്യയാവുന്നതോടെ എനിക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ കഴിയും. അഖിൽ സാറിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. ഇനി ചിലപ്പോ നമ്മൾ തമ്മിൽ കാണില്ലായിരിക്കും. എന്റെ എല്ലാ പ്രാർത്ഥനയും അഖിൽ സാറിനുണ്ടാവും. എന്റെ പ്രാർത്ഥന മാത്രമല്ല, ശ്യാമയ്ക്ക് എപ്പോ എന്ത് ആവശ്യം വന്നാലും ഞാനുണ്ടാവും. അയ്യോ, പ്രോഗ്രാം തുടങ്ങുന്നവരെ മറ്റാരുടെയും കണ്ണിൽ പെടാതെ മാറി നിൽക്കാനാ അരുന്ധതി മാഡത്തിന്റെ നിർദ്ദേശം. ഞാൻ ഇതിൽ ഒഴിഞ്ഞ കോണിൽ പോയി നിന്നോളാം. ശ്യാമ, ഇതാ എന്റെ റൂം. ശ്യാമ അതിന്റെ ഉള്ളിൽ ഇരുന്നോളൂ. ഇവിടെ ആരും ശ്യാമയെ ശല്യപ്പെടുത്താൻ വരില്ല. അകത്തേക്ക് ഇരുന്നോളൂ. അതിവിടെ കാണുന്നില്ല അമൃതേച്ചി. കാണുന്നില്ലെന്നോ? ഞാനല്ലേ നക്ഷത്രം ഇവിടെയാക്കി സാരി മാറി ഉടുക്കാൻ പറഞ്ഞിട്ട് പോയത്. അതിനിടയില് അതിവിടെ നിന്ന് എങ്ങനെ അപ്രത്യക്ഷമാവാനാ? ഞാൻ വാഷ്റൂമിൽ പോയിട്ട് തിരികെ വന്നപ്പോ സാരി ഇവിടെ കാണാനില്ല. ഇവിടെ വേറെ ആരെങ്കിലും വന്നോ? ശ്യാമ വന്നു എന്ന് പറഞ്ഞ എനിക്ക് അവളോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് ഇവര് കരുതും. പരിശോധിച്ച് കണ്ടുപിടിക്കട്ടെ. നക്ഷത്രേ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇവിടെ വേറെ ആരെങ്കിലും വന്നിരുന്നോന്ന്? ഞാൻ വാഷ്റൂമിൽ പോകുന്നത് വരെ ഇവിടെ ആരും വന്നിട്ടില്ല. അപ്പൊ പിന്നെ സാരി ഇവിടെ തന്നെ കാണും. നമുക്ക് നോക്കാം. എന്താ അമൃത, നക്ഷത്രം റെഡിയായില്ലേ? ആദ്യേട്ടാ, ചടങ്ങിന് ഉടുക്കാൻ വേണ്ടി അമ്മ പൂജിച്ചു കൊണ്ടുവന്ന സാരി ഇപ്പൊ കാണുന്നില്ല. ഇവിടുന്ന് ആരെടുക്കാനാ? നിങ്ങള് എല്ലായിടത്തും നോക്കിയോ? ഞാൻ ഈ റൂം ടോട്ടലി പരിശോധിച്ചതാ, പക്ഷെ കിട്ടിയില്ല. അല്ല, അങ്ങനെ ഈ മുറി കയറി മോഷ്ടിക്കണമെങ്കിൽ അതൊരു വിദഗ്ധനായ കള്ളനായിരിക്കണമല്ലോ. പുറത്തുനിന്ന് അപരിചിതരായ ആരും ഇവിടേക്ക് വന്നിട്ടില്ല. പിന്നെ നമ്മൾ ആരും സംശയിക്കും? ഇവിടുത്തെ ജോലിക്കാരെങ്കിലും? വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവര് ഒരു കുടുംബം പോലെ കഴിയുന്നവരാ. അവരാരും ഇങ്ങനെ ഒരു വൃത്തികേടൊന്നും കാണിക്കില്ല. അല്ലെങ്കിലും ഒരു സാരി വാങ്ങാൻ ഗതിയില്ലാത്തവരാരും ഇവിടെ ഇല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോന്നൊന്ന് അന്വേഷിക്കൂ. വയറ് നിറച്ച് 3 നേരം ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത
ആരെങ്കിലും ഈ ഫംഗ്ഷന് വന്നിട്ടുണ്ടോന്ന് നോക്ക്. അപ്പൊ അമ്മ പറഞ്ഞത് കേട്ടല്ലോ. തിരിച്ചു തന്ന ക്ഷമ പറഞ്ഞാൽ മാപ്പ് തരും, അല്ലെങ്കിൽ മോഷണ കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വരും. അരുന്ധതിയുടെ കൂടെയുള്ള ഇവളെയും പരിശോധിക്കണം. കൃഷ്ണ, എന്നെ കൈവിടല്ലേ. അപ്പച്ചി, അവളുടെ ബാഗ് ഒന്ന് വാങ്ങി നോക്കിയേ. എന്റെ ബാഗ്. അമ്മേ, എന്താ ഈ കാണിക്കുന്നേ? വസു, ഒരു സാരി കാണാതെ പോയതിന്റെ പേരിലാണോ ഇവരെല്ലാം പിടിച്ചിരുത്തി അവമാനിക്കുന്നത്? നഷ്ടപ്പെട്ടത് വെറൊരു സാരിയല്ല അനന്തേട്ടാ, ഈ ചടങ്ങിലേക്ക് നക്ഷത്രയ്ക്ക് ധരിക്കാനുള്ളതാ. എന്താണെങ്കിലും വില കൊടുത്ത കിട്ടാത്തൊന്നും അല്ലല്ലോ. ശ്യാമ എന്റെ ഫ്രണ്ടാണ്. അത് മാത്രമല്ല, നമ്മുടെ പ്രധാന ഗസ്റ്റായ അരുന്ധതി മാമിന്റെയും വിസ്മയുടെയും ടീമിലുള്ള ഒരു കലാകാരിയാ. ഇവൾ ഇൻസൾട്ട് ചെയ്യരുത് പ്ലീസ്. നമ്മുടെ കൂടെയുള്ളവരെ സംശയിക്കുമ്പോ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ തന്നെയാണ് ചെറുതാവുന്നത്. ഇവരെ സംശയിക്കാനോ പരിശോധിക്കാനോ ഞാൻ സമ്മതിക്കില്ല. വസുധരെ, ഇവര് പറഞ്ഞത് ശരിയാ. നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ വിശ്വാസമില്ലാന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലേ അതിന്റെ കുറച്ചില് നമുക്ക് തന്നെയല്ലേ. ആ ബാഗ് അങ്ങ് തിരിച്ചു കൊടുക്ക. വസുന്ധരെ, ശ്യാമ എന്റെ വീട്ടിലാളാ. നിങ്ങൾക്ക് ഇവളെ സംശയമുണ്ടെങ്കിൽ അതിനർത്ഥം ഞങ്ങളെ എല്ലാം സംശയിക്കുന്നു എന്നല്ലേ? എല്ലാവരുടെ സംശയം തീരട്ടെ. ഈ ബാഗ് പരിശോധിക്കും. ശ്യാമയെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഇപ്പൊ ശ്യാമയ്ക്ക് അനുകൂലമായിട്ട് നിന്നാലേ അഖിലിന്റെയും അവന്റെ അച്ഛന്റെയും പ്രീതി കിട്ടൂ. അമ്മ, അഖിലിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ശ്യാമ. അഖിൽ ഒരാളെ ഫ്രണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ അച്ഛനും ശ്യാമയെ വിശ്വാസമാണെന്ന് പറയുന്നു. അപ്പോ ഇനി വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങുകൾ തുടങ്ങാം. ഇനി ജാതകം കൈമാറാം. അമൃത, എൻഗേജ്മെന്റ് റിങ്സ് കൊടുത്തോളൂ. അഖി നിന്റെ വിരലിൽ മോതിരം അണിയിക്കുന്നോടെ നീ ഈ കുടുംബത്തിലെ അംഗമാ. അപ്പൊ കല്യാണ ചടങ്ങൊന്നും വേണ്ടേ? നിശ്ചയം കഴിയുന്നതോടെ ഇനി ഇവിടെ നിന്നോ എന്ന് അമ്മ നക്ഷത്രയോട് പറയാൻ സാധ്യതയുണ്ട്. എടാ, ഒന്ന് ചിരിക്കടാ.
നിന്റെ മുഖം കണ്ട എന്തോ കുറ്റകൃത്യം ചെയ്യാൻ പോകുന്ന പോലെ ഉണ്ടല്ലോ. ഇക്കണക്കിനെ താലി കെട്ടുമ്പോ എന്തായിരിക്കും? ഇന്ന് ഞാൻ നിന്റെ വിരലിൽ അണിയിക്കുന്ന മോതിരം നിന്റെ മൂക്ക് കയറാ. അതിലൊരു ചരട് കെട്ടി നിന്നെ ഞാൻ എന്റെ ഇഷ്ടത്തിന് വലിച്ചുകൊണ്ട് നടക്കും. എല്ലാവരുടെയും അനുഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി നമ്മൾ ഈ ചടങ്ങ് ആരംഭിക്കുകയാണ്. ആദ്യ അഖില നക്ഷത്രയ്ക്ക് മോതിരം ഇടും. എന്തായി ചടങ്ങ്? നക്ഷത്ര തിരക്കായിരിക്കുമല്ലോ. തമ്പി കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. നോക്ക്. നിശ്ചയം കഴിഞ്ഞു. വലിയ പരിക്കുകളൊന്നുമില്ലാതെ ഇവിടം വരെ എത്തി. എത്തിച്ചു എന്ന് പറമായേ. ഇനി അങ്ങോട്ട് പ്രളയം. ഷട്ടറുകളെല്ലാം ഒരുമിച്ച് തുറക്കും ഈ ജഗന്നാഥൻ. കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളമെല്ലാം കുതിച്ചു പാഞ്ഞു ചെല്ലും വസുന്ധരയുടെ ശിരസിന് മുകളിലേക്ക്. അവള് ശ്വാസം കിട്ടാതെ കിടന്ന് പെടയുമ്പോ ആ മഴവെള്ളപ്പാച്ചില് ഒഴുകി ഒലിച്ചിങ്ങ് പോരും നക്ഷത്ര. നിശ്ചയം കഴിഞ്ഞെങ്കിലും ഒരു നിശ്ചയവുമില്ല ഒന്നിനുമെന്ന് അഖില് തിരിച്ചറിയും. ജഗന്നാഥൻ ഷട്ടറടയ്ക്കുമ്പോ ഈ ജഗത്തിന്റെ നാഥൻ കൂട്ടിയോജിപ്പിക്കും ശ്യാമയെയും അഖിലിനെയും. നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റു ജഗൻ. പണ്ട് കറുത്ത വാവിന്റെ ഇരുട്ടില് വേട്ടയ്ക്ക് കാട്ടിൽ കയറിയിട്ടുണ്ട്. നല്ല ഇരട്ടക്കുഴൽ തോക്കുമായിട്ട് ഈ ജഗന്നാഥൻ. കാട്ടുപന്നിയെ കാണണ്ട, മുരൾച്ചയുടെ ശബ്ദം കേട്ട് ആ ലക്ഷ്യം വെച്ച് ചുമ്മാ ഒന്ന് പൊട്ടിച്ചാ മതി. ഒരിക്കലും ഉന്നം തെറ്റിയിട്ടില്ല. മസ്തകത്തിൽ തറച്ച വെടിയുണ്ടയുമായി കൂടി വന്ന ഒരു 100 വാരം ഓടും. പിന്നെ പിടഞ്ഞു വീഴും ഏത് കാടിളക്കുന്ന പന്നിയും. ഇവിടെ എന്റെ ഉന്നം വസുന്ധരയില്ല. നിശ്ചയം കഴിഞ്ഞില്ലേ? ഇനി ഓടും കല്യാണം വരെ ഒരു 100 വാരം. അത് കഴിഞ്ഞ് പിടഞ്ഞു വീഴും. പിടഞ്ഞു വീഴണം. മരിക്കരുത്, മരിച്ച് ജീവിക്കണം. മോളെ നഷ്ടപ്പെട്ട എന്റെ ജീവിതം പോലെ, എന്റെ മോൾ ആർത്തലച്ച് കരഞ്ഞ പോലെ ജീവിച്ചിരിക്കുമ്പോ വസുന്ധരയും കരയണം. സംഗതി പോരാ മോളെ, സംഗതി തീരെ പോരാ. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വരം താളൊന്നും ശരിയാവുന്നില്ല. അതുകൊണ്ടായില്ലല്ലോ. ഭാവം വേണ്ടേ? ഭാവത്തിൽ ലയം വേണ്ടേ? ലയിക്കണ്ടേ? പാടുന്നത് മൊത്തം ഫ്ലാറ്റാണ് മോളെ. മ്യൂസിക്കിനൊപ്പം വരികൾ ആലപിക്കുന്നതിലല്ല കാര്യം. പാടുന്ന വരികൾ കേൾക്കുന്നവരുടെ കാതിൽ ഇമ്പമാവണം, ഹൃദയത്തിൽ അനുഭവമാവണം. ഓ, എനിക്കിപ്പോ തോന്നുന്നു ഇതൊന്നും വേണ്ടായിരുന്നു. പാടാൻ അറിയാവുന്നതുകൊണ്ടാണോ ഈ ഭൂമി മലയാളത്തിലെ മനുഷ്യരൊക്കെ ജീവിക്കുന്നേ? എന്തായാലും വേഷം കിട്ടി. ഇനി പെട്ടെന്ന് പിന്മാറാനും പറ്റില്ല. ഹൽദിക്ക് പാടിയേ പറ്റൂ. വൈകൂ ഞാൻ? ഇല്ല, എന്നും പോകുന്ന സമയം തന്നെയാ. അതല്ല, ഇനിയിപ്പോ ഇത്തിരി വൈകിയാലും തിരക്കുള്ള ആളല്ലേ, ഞാനല്ലേ കാത്തു നിൽക്കേണ്ടത്. അങ്ങനെ സ്വയം ചെറുതാവണ്ട ശ്യാമ. എല്ലാവരുടെ സമയത്തിനും വിലയുണ്ട്, എല്ലാവർക്കും വിലയുണ്ട്. പേഴ്സണാലിറ്റി പണയം വെക്കാനുള്ളതല്ല. എന്നെ അംഗീകരിക്കുന്ന വളരെ കുറച്ചു പേരേ ഉള്ളൂ. അച്ഛനും അമ്മയും ഏട്ടനും, പിന്നുള്ളത് സാറാ. അതുകൊണ്ടാ
എനിക്ക് സാറിനെ കുറിച്ച് ഓർക്കുമ്പോ ഒരു പേടി. അതുകൊണ്ട് തന്നെയാ ഞാൻ സംസാരിക്കാൻ വേണ്ടി കാത്തു നിന്നത്. അല്ല, എന്നെ കുറിച്ച് എന്ത് പേടിക്കാനാ ശ്യാമേ? ഇരുട്ടിന് ഭയമാണെങ്കിലും ജീവിതത്തിൽ ഇരുട്ട് വന്ന് മൂടിയിട്ടില്ല. ആരോടും പരിഭവവും പരാതിയുമില്ല. ആരെയും ദ്രോഹിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട ഒരാവശ്യമില്ല. ശത്രുക്കളുള്ളവനല്ലേ ഭയക്കേണ്ട കാര്യമുള്ളൂ. സാറിന് ഒരുപാട് അറിവുണ്ട്. എന്നെക്കാൾ കൂടുതൽ ലോകം കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എന്നാലും പറയാ, ആരെയും ദ്രോഹിച്ചില്ലെങ്കിലും ആരോടും ദേഷ്യം കാണിച്ചില്ലെങ്കിലും ശത്രുക്കളുണ്ടാവും. ഒരുപാട് സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്നവരോട് സാധാരണക്കാര് ചിലർക്ക് അസൂയ തോന്നാറില്ലേ? അതവരെ ദ്രോഹിച്ചിട്ടൊന്നും ആയിരിക്കില്ല, വെറുതെ ഒരു അസൂയ. അതുപോലെ തന്നെയാ സ്വത്തിനും സമ്പാദ്യത്തിനും വേണ്ടിയുള്ള ശത്രുക്കൾ. ആരും ആരെയും ദ്രോഹിച്ചിട്ടായിരിക്കില്ല. കിട്ടാനും നേടാനും വേണ്ടിയുള്ള ദുരാഗ്രഹങ്ങളും ആപത്തിൽ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. ശ്യാം എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് ശത്രുക്കളുണ്ടെന്നാണോ? ഉണ്ട്. ഞാനത് പറഞ്ഞാൽ സാർ നിസ്സാരമായിട്ട് എടുക്കും. പക്ഷെ സത്യത്തിന്റെ മുഖം സാറിന് മുന്നിൽ സാറ് പേടിക്കുന്ന ഇരുട്ട് പോലെ തന്നെയാ.